ഹായ് ഓൾ അസ്സലാമു അലൈക്കും. കിസൽ കസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ എന്ത് വിശേഷമല്ലോ? അപ്പോൾ ഇത് വൈകുന്നേരം എടുത്ത വീഡിയോ. ഇപ്പോൾ ചപ്പാത്തി രാത്രിയിലേക്ക് ചപ്പാത്തിയും ചിക്കൻ കറി ചിക്കന് മസാല എല്ലാം ആക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ആക്കുന്നുണ്ട്. ഉന്നക്കായ്ക്ക് അരക്കുന്നുണ്ട്. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് ഒരു ഓർഡർ ഉണ്ട്, ഉന്നക്കായും റോളും. അപ്പോൾ റോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചെറിയൊരു ഓർഡർ. അപ്പോൾ റോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി റെഡി ഉണ്ട്. പിന്നെ ഉന്നക്കായി ആക്കിയിട്ട് വെച്ച്, കുറച്ച് അധികം തന്നെ ആക്കിയിട്ട് വെച്ച്. അപ്പോൾ ഇത് രാത്രി ആക്കിയിട്ട് വെച്ചത്. അപ്പോൾ ഞാനിത് ഷീറ്റ് വിരിച്ചിട്ട് ആക്കുന്നത്. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സിന് അറിയാമല്ലോ, എൻ്റെ പഴയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എങ്ങനെ ഇത് ഫ്രോസൺ ആക്കുന്നതെന്നല്ല. അപ്പോൾ ചില ആൾ ചോദിക്കുന്നു കമൻറ്റിൽ എങ്ങനെയെന്നല്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കാണിച്ചത്. അപ്പോൾ ഇത് രാത്രി ഇങ്ങനെ വെച്ചിട്ട് നിരത്തി വെച്ചിട്ടാകുമ്പോൾ രാവിലേക്ക് ഇതുപോലെ നല്ല ഫ്രോസൺ ആയിട്ട് നല്ല കട്ടയായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ അടുത്ത് മതി, എന്ത് ബുദ്ധിമുട്ടായാല. പിന്നെ ഇതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ടെങ്കിൽ ഒരു ഷീറ്റ് തന്നെ മുകളിൽ വിരിച്ചിട്ടേറ്റ് ഇതാക്കിയെങ്കിൽ എന്തൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രോസൺ ആക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും പുതിയ തുടക്കുന്നുണ്ടെങ്കിലും ഇത് നമുക്ക് ഒരു ഹെൽപ്പ് ആവുമല്ലോ ഇങ്ങനെ പറഞ്ഞു കൊടുത്തെങ്കിൽ. അതിന് ശേഷം ഞാൻ എല്ലാം ഓർഡർ എല്ലാം പാക്കാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അന്ന് ഞങ്ങൾക്ക് പിന്നെ കരണ്ട് ഉണ്ടായിട്ട് രാവിലെ 10 മണിക്ക് കരണ്ട് പോയത്. അപ്പോൾ ഞാനിത് കൊള്ളി പൊങ്ങിയതും അയില മുകളിൽ വെച്ചതും ആക്കിയത്. അപ്പോൾ ഇത് കരണ്ട് വരുമ്പോൾ വൈകുന്നേരം 5:30 മണിയാണ്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഒരു ഓർഡർ വന്നു അതിൻ്റെ അടുക്കുന്നത് ദുബൈക്ക് പിറ്റേ ദിവസം വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് അധികം തന്നെ ഉണ്ട്. ബാട്ടത്തിൽ പൊരിയുണ്ട, പിന്നെ 50 ഉന്നക്കായി, പിന്നെ റോൾ സമൂസ. അപ്പോൾ സമൂസ ഉണ്ടായിന്. ഉന്നക്കായി ഞാൻ മുന്നത്തെ ദിവസം അധികം ആക്കിയെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഉണ്ടായിന്, 25 ഉണ്ടായിന്. അപ്പോൾ 25 എക്സ്ട്രാ ആക്കാനുണ്ടായിന്. കരണ്ട് വന്നിട്ടേറ്റ് വൈകുന്നേരം കരണ്ട് വന്ന് പിന്നെ കരണ്ട് പോയിട്ട് അതിലെ വോൾട്ടേജ് ഇല്ലാതെ ഒരു 6:30 മണിയായി വരുമ്പോൾ. അപ്പോൾ എല്ലാം ചടപടയാക്കിയിട്ട് എല്ലാം റെഡിയാക്കിന്. എല്ലാം പൊരിയുണ്ട്, ഒരു അടുപ്പിൽ പൊരിയുണ്ടൊക്കെ വെച്ച്, ഒരു അടുപ്പിൽ ബാട്ടുവത്തലിന് വെച്ച് ഉന്നക്കായി ആക്കി. അപ്പോൾ എനിക്ക് വേറൊരു ഓർഡറും ഉണ്ടായിന്, ഖത്തറിലേക്ക് ബാട്ടുവത്തൽ ഒന്നേക്കാക്കിയില്ല, അതും ഉണ്ടായിന് എനിക്ക്. അങ്ങനെ അലഹംദുലില്ലാ പിറ്റേന്ന് ഉച്ചയാകുമ്പോൾ ഒരു 12 മണിയാകുമ്പോൾ വരുമെന്ന് പറഞ്ഞാൽ അലഹംദുലില്ലാ എല്ലാം റെഡി ആയിന് ആ സമയത്ത്. പിന്നെ ഖത്തറിലേക്കുള്ളത് അതും കൊടുത്തിന്. പിന്നെ അങ്ങനെ അതിന് ശേഷം അന്ന് പിറ്റേ ദിവസം ആ സമയത്ത് എനിക്ക് വേറെ ഓർഡർ വന്ന് 75 മോമോസിൻ്റെ ഓർഡർ വന്നത്. അപ്പോൾ അതും അങ്ങനെ ആക്കിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ ആക്കിയിട്ട് ഇത് ഫസ്റ്റ് കുറച്ചാക്കിയിട്ട് ഞാൻ ഫ്രീസ് ആവാൻ വെച്ച് ബാക്കിയാക്കുമ്പോൾ. അപ്പോൾ എന്താ പറഞ്ഞെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രോസൺ ആവാണ്ട് മുകളിലേക്ക് അതിൽ വെക്കാൻ കഴിയില്ല. ഇത് ഒട്ടിപ്പിടിക്കുന്ന സാധനമല്ല, നമ്മൾ സമൂസൻ്റെ ഷീറ്റ് പോലെ അല്ല അല്ലേ, നമ്മൾ ചപ്പാത്തി പരത്തിയിട്ട് ഇതാക്കുന്നതല്ല. അപ്പോൾ അങ്ങനെ ഇതാക്കിയിട്ട് ഇപ്പോൾ ഇത് രാവിലേക്കെല്ലാം നല്ല ഫ്രോസൺ ആയിട്ടുണ്ട്. കുറച്ച് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇളക്കിയിട്ട് ഇതാക്കിയാൽ മതി, എന്ത് ബുദ്ധിമുട്ടാകുന്നില്ല. ഷീറ്റ് വിരിച്ചിട്ട് തന്നെ മുകളിൽ വെച്ചാൽ മതി. മുകളിൽ ബാക്കിയെല്ലാം ഇങ്ങനെ വെച്ചെങ്കിലല്ല പിന്നെ നമുക്കൊന്ന് ഇതാക്കിയിട്ട് കിട്ടില്ല, പിന്നെ നേരാവില്ല. അപ്പോൾ മോമോസും അങ്ങനെ ഷീറ്റിൽ പിരിച്ചിട്ട് ഇതാക്കിയാൽ മതി. അങ്ങനെ 75 മോമോസ് അൽഹംദുലില്ലാ പിറ്റേന്ന് ഉച്ചാകുമ്പോൾ തന്നെ അത് ഉച്ചാകുമ്പോൾ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ 25ൻ്റെ പാക്കാക്കിയിട്ട് അങ്ങനെയും കൊടുത്ത്. അതിന് ശേഷം ഇത് ഞാൻ നമ്മൾ കോഴിയുടെ ചെറിയ കോഴിയുടെ ആക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇത് ഓർഡറല്ല, എൻ്റെ മോൻക്ക് ലണ്ടനിലേക്ക് കൊടുത്തേക്കാനുള്ളത്. അപ്പോൾ എൻ്റെ കസിന് പോകുന്നുണ്ട്. കസിന് അതിൻ്റെ അടുക്ക് ഒരു വീഡിയോ ഇട്ടിന് എൻ്റെ മംഗലത്തിൻ്റെ ഇത് കസിൻ്റെ അവിടെ. അപ്പോൾ ഓള് ഞങ്ങളുടെ മംഗലത്തിന് വന്നിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ എൻ്റെ മോൻക്ക് നാരങ്ങ മുട്ടായി ഭയങ്കര ഇഷ്ടം, പിന്നെ ചക്ക ചിപ്സും അതെല്ലാം മേങ്ങിയിട്ട് പാക്കാക്കിയിട്ട് കൊയ്യാടിയും പിന്നെ ചിക്കൻ പെരി അല്ലാണ്ട് അൽഫാമിൻ്റെയും പിന്നെ അങ്ങനത്തെ നമ്മളെ പള്ളിക്കറീൻ്റെ മസാല, ബീഫ് പള്ളിക്കറീൻ്റെ കുരുമുളക് പൊടി അങ്ങനത്തെ എല്ലാം ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അതെല്ലാം പാക്കാക്കിയിട്ട് വെച്ചിട്ട് അതെല്ലാം കൊടുത്ത് അൽഹംദുലില്ലാ എല്ലാം ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. പിന്നെ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിന്, അതെന്താണെന്ന് പറഞ്ഞെങ്കിൽ ചില ആളെല്ലാം ചോദിക്കുന്ന റേറ്റ് കൂടുതലല്ലേ എന്ന് കമൻ്റെല്ലാം വരുന്നത്. അപ്പോൾ റേറ്റ് കൂടുതലല്ലേ എന്ന് ചോദിച്ചെങ്കിലല്ലേ നിങ്ങൾ ഒരു ദിവസം ഉണ്ടാക്കി നോക്കിയിട്ടാകുമ്പോൾ പിന്നെ നിങ്ങൾ ആ റേറ്റ് പറയൂ. പിന്നെ ഞാൻ റേറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ക്വാളിറ്റിയിൽ ഞാൻ കൊടുക്കുന്ന ക്വാളിറ്റിയിൽ ഞാൻ എൻ്റെ റേറ്റ് എടുക്കുന്നത്, അല്ലാതെ ക്വാളിറ്റി കുറച്ചിട്ട് റേറ്റ് എടുക്കുന്നതല്ല. അത് എന്നോട് മേങ്ങിയ ആൾക്കറിയും. അപ്പോൾ കമൻറ്റ് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം അത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ റേറ്റ് ഇട്ടിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ വില നിങ്ങൾക്കറിയും. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ആളോട് ഇങ്ങനെ ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾ വിളിക്കുന്നു, ഡൗട്ട് ചോദിക്കാനും പുതിയതായിട്ട് തുടങ്ങാൻ പിന്നെ അങ്ങനെ എല്ലാം ആയിട്ട് കുറേ ആൾ വിളിക്കലുണ്ട്. ഡൗട്ട് എനിക്ക് പറയുന്ന പോലെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കലുണ്ട്. പിന്നെ അങ്ങനെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, മെസ്സേജ് അയക്കാം. ഇൻസ്റ്റായിൽ എൻ്റെ നമ്പർ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിലും നമ്പർ എടുത്തിട്ട് ഓർഡർ ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.